ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. നാളെ സ്കൂൾ തുറക്കുകയല്ലേ, ജൂൺ 1 മധ്യവേനൽ അവധിയായി, ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി എന്നൊക്കെ പറയില്ലേ അല്ലേ. കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ട് പുതിയ ബാഗ്, കൊട ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക സ്കൂളിലേക്ക്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണ്ടേ? അവർക്ക് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ദഹി ബ്രെഡ് ടോസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ദഹി ബ്രെഡ് ടോസ്റ്റ് വളരെ എളുപ്പമാണ്, ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് ദഹി ബ്രെഡ് ടോസ്റ്റ്. അപ്പം നമുക്ക് ദഹി ബ്രെഡ് ടോസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടമായോ അതിൻ്റെ റെസിപ്പിന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ എന്നെ അറിയിക്കണം. ഈ ചെടി എന്താണെന്നറിയോ? പണ്ടത്തെ കാലത്ത് പ്രിൻസ് എന്ന് പറയും. നിറയെ ഉണ്ടായിരുന്നു, ഇവിടെ പല കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം നിൽക്കുന്നത്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട്ടിലാണ്. അപ്പോൾ പണ്ടേ ഉണ്ടായിരുന്ന ചെടിയാണത്. ഈ ചെടിയുടെ പേര് പ്രിൻസ് ഓഫ് വെയിൽസ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതിൻ്റെ പല കളർ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളുടെ SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ള ഒരു നോവലില്ലേ, അതിൽ ഈ പ്രിൻസ് ഓഫ് വെയിൽസ് കട്ടുകൊണ്ടുപോകണ ഒരു കഥയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇതും പണ്ട് കാലത്തുള്ള ഒരു ചെടി തന്നെയാണ്. എനിക്ക് ഇവിടെയൊക്കെ നടക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ പഠിച്ച കാലം ഓർമ്മ വരുന്നു. എൻ്റെ അമ്മ അങ്ങനെ കാത്തിരിക്കും എന്നെ ആ ഉമ്മർപ്പടിയുമിൽ ഞാൻ വരുന്നത് നോക്കിയിട്ട് കോളേജിൽ എനിക്ക് ആ കാലം ഓർമ്മ വരുന്നു. പിന്നെ പാടത്തെ കുട്ടികൾ ഫുട്ബോൾ കളിച്ചിരുന്നൊക്കെ. അപ്പം ഞാൻ ഒട്ടും നേരം കളയണില്ല. എനിക്ക് വല്ലാതെ എൻ്റെ അമ്മയും അച്ഛനെയും മിസ് ചെയ്യണു. എന്താ പറയുക, എനിക്ക് എൻ്റെ പഴയ ഒരു സമയത്തേക്ക് ഞാൻ മടങ്ങിപ്പോണു. വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നു എനിക്ക്. അപ്പം നമുക്ക് അടുക്കളയ്ക്ക് പോയിട്ട് വേഗം നമ്മളുടെ ഈവനിങ് സ്നാക്കോ മോർണിംഗ് സ്നാക്കോ എന്തോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതൊന്നും ഉണ്ടാക്കാൻ നോക്കാം. ഈസി ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രെഡ്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 2-3 പച്ചമുളക്, പിന്നെ നല്ല യോഗേട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ചാട്ട് മസാല, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റിന് വേണ്ടത്. അപ്പം അത് നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ദഹി മസാല ബ്രെഡ് ടോസ്റ്റ്, മുളക് പൊടി ഒക്കെ കുറച്ച് മതി. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം കേട്ടോ. യോഗേട്ട് എത്രമാത്രം ബ്രെഡ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉള്ള യോഗേട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് 2 യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒന്ന് വറുത്തിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ, ഗീ ഓർ കോക്കനട്ട് ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ദഹി ടോസ്റ്റിന് വേണ്ട യോഗട്ട് മിക്സ്ചർ ഇവിടെ റെഡിയായി. ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡും മുക്കിയെടുത്ത് ടോസ്റ്റ് ചെയ്യാം. പാൻ വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ നല്ല ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പറ്റിയതാണ്, അവർക്ക് ഇഷ്ടപ്പെടും ചെയ്യും. കണ്ടോ ഇതിൻ്റെ കളർ തന്നെ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇത് വാങ്ങിയെടുക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇത് ലഞ്ച് ബോക്സിലേക്ക് പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ പാലിൽ ഒഴിച്ച് കഴിക്കണത് ഇങ്ങനെയും കഴിക്കാം, അത്രയേ ഉള്ളൂ. ഈസി ആൻഡ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല ബ്രെഡ് ടോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ വൈകുന്നേരം വന്നാൽ നമുക്ക് ചൂടോടക്കനെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ കുട്ടികളെ?
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.